പദ്ധതി വഴി പ്രത്യേക സബ്സിഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാനും കൃഷി നവീകരിക്കാനും ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി പ്രകാരം പുനഃകൃഷി നടത്തുന്ന കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ മുതൽ മുകളിലേക്കാണ് സബ്സിഡി ഉറപ്പാക്കിയിരിക്കുന്നത്. പരമാവധി 2 ഹെക്ടർ വരെ സ്ഥലത്തിന് ഈ ധനസഹായം ലഭിക്കുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് 25 സെന്റ് സ്ഥലമെങ്കിലും പുനഃകൃഷി നടത്തുന്ന കർഷകർക്കാണ് ഈ ആനുകൂല്യത്തിന് അർഹതയുള്ളത്. നിലവിൽ ഏലം, റബ്ബർ കർഷകർക്കാണ് അപേക്ഷിക്കാനായിട്ട് അവസരമുള്ളതെങ്കിലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കാപ്പി, ജാതി തുടങ്ങിയ മറ്റ് വിളകൾക്കും ഈ സഹായം വ്യാപിപ്പിക്കുന്നതാണ്. അപേക്ഷിക്കാൻ താല്പര്യമുള്ള കർഷകർ തീർച്ചയായിട്ടും സ്ഥലത്തിൻ്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, സ്കെച്ച് തുടങ്ങിയ ഭൂമി സംബന്ധമായിട്ടുള്ള രേഖകളും കർഷകന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളുമൊക്കെ തന്നെ സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ അംഗീകൃത നഴ്സറികളിൽ നിന്ന് പുനർനടലിനായിട്ട് വാങ്ങിയ തൈകളുടെ കൃത്യമായ ബില്ലുകളും അപേക്ഷയോടൊപ്പം സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അർഹരായിട്ടുള്ള എല്ലാ കർഷകരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എത്രയും വേഗം തന്നെ അപേക്ഷകൾ പൂർത്തിയാക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് വിവിധ സ്കോളർഷിപ്പ് ധനസഹായ വിതരണ നടപടികൾ ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ആരംഭിക്കുകയാണ്. അതിനാൽ വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ അപേക്ഷയുടെ നിലവിലത്തെ അവസ്ഥ, സ്റ്റാറ്റസ് ബന്ധപ്പെട്ട വെബ്സൈറ്റുകളിൽ ഇടയ്ക്കിടെ പരിശോധിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിലവിൽ ആക്റ്റീവ് ആണോ എന്ന കാര്യം കൂടി ഉറപ്പുവരുത്തുക. പല വിദ്യാർത്ഥികളും സ്കോളർഷിപ്പിന് വേണ്ടി മാത്രം ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചവരായതുകൊണ്ട് തന്നെ നിലവിൽ അത് നിർജ്ജീവമായിട്ടുള്ള അവസ്ഥയിലായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ബാങ്കിൽ KYC രേഖകൾ സമർപ്പിക്കുകയും ഒരു ഇടപാടെങ്കിലും നടത്തി അക്കൗണ്ട് വീണ്ടും ആക്റ്റീവ് ആക്കി എടുക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളുടെ വിവിധ സ്കോളർഷിപ്പുകളുടെ വിതരണം ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. വീട്ടമ്മമാർക്ക് ലഭിക്കുന്ന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ധനസഹായ പദ്ധതികളിലൊന്നായിട്ടുള്ള വീട്ടമ്മ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. അതാകട്ടെ പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന ഈ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫെബ്രുവരി മാസത്തിലായിരിക്കും നടത്തപ്പെടുക. ആനുകൂല്യത്തിന് അപ്രൂവൽ ലഭിക്കുന്നവർക്ക് ആദ്യഘട്ട വിതരണവും ഈ സമയത്ത് തന്നെ നടത്തുന്നതാണ്. നിലവിൽ അപേക്ഷാ സ്റ്റാറ്റസ് അത് സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നവർക്ക് അത് അപ്രൂവൽ ആയതിനു ശേഷം മാത്രമേ സഹായം ലഭിക്കുകയുള്ളൂ. പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടനം അടുത്ത മാസം നടക്കുന്നത് കൊണ്ട് തന്നെ ആ മാസത്തെ ധനസഹായമായി 1000 രൂപയായിരിക്കും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആക്കുക. പിന്നീട് എല്ലാ മാസങ്ങളിലും ഈ സഹായം തുടർച്ചയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. മുൻകാല പ്രാബല്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് സർക്കാർ മുൻപ് പറഞ്ഞിരുന്നുവെങ്കിലും നിലവിൽ കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യഘട്ടത്തിൽ 1000 രൂപ ലഭിക്കുകയും പിന്നീട് എല്ലാ മാസങ്ങളിലും ഈ തുക ഒരു നിശ്ചിത രീതിയിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ഇനിയും അവസരമുണ്ട്. ഇതിനായിട്ട് നിലവിൽ അവസാന തീയതിയൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. 35-നും 60 വയസ്സിനിടയിൽ പ്രായമുള്ള മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉള്ളവർക്ക് മറ്റ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളോ സർക്കാർ സ്ഥിര താൽക്കാലിക കരാർ ജോലികളോ ഇല്ലാത്തവരുമായിട്ടുള്ള അർഹരായിട്ടുള്ള എല്ലാ സ്ത്രീ ഗുണഭോക്താക്കൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിലവിൽ ജോലിയില്ലാത്ത വീട്ടമ്മമാർക്ക് ഒരു വലിയ ആശ്വാസമായിട്ടാണ് സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ജനുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഈ ആഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ജനുവരി 27-ാം തീയതി ബാങ്ക് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ തന്നെ പെൻഷൻ വിതരണത്തിൽ നേരിയ തടസ്സങ്ങൾ ഒരുപക്ഷെ നേരിടാനുള്ള സാധ്യതയുണ്ട്. ആയതിനാൽ തന്നെ 28, 29 തീയതികളിലായിരിക്കും വിതരണം പൂർണ്ണതോതിൽ നടക്കുക. 2000 രൂപ എന്ന നിരക്കിൽ മുടക്കം കൂടാതെ പെൻഷൻ ലഭ്യമാക്കാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ജനുവരി 29-ാം തീയതി സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായിട്ട് പുതിയ ആനുകൂല്യങ്ങളോ പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ പെൻഷൻ തുകയിൽ വർധനവോ സർക്കാർ നടത്തിയേക്കുമെന്നുള്ള സൂചനയുണ്ട്. ഇക്കാര്യത്തിൽ ബജറ്റ് ദിനത്തിൽ മാത്രമേ കൂടുതൽ വ്യക്തത ലഭ്യമാവുകയുള്ളൂ. സംസ്ഥാനത്ത് 8.5 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ഉൾപ്പെടുത്തിയാണ് അവർക്ക് തുക നൽകുന്നത്. ഇത്തരക്കാർക്ക് പെൻഷൻ വിതരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ 200 മുതൽ 500 രൂപ വരെ കുറവായിട്ടായിരിക്കും തുക ലഭിക്കുക. സംസ്ഥാന വിഹിതം ലഭിച്ച ഏതാനും ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കോ ശേഷമായിരിക്കും കേന്ദ്ര വിഹിതം അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. ഈ തുക ലഭിക്കുന്നത് ഗുണഭോക്താക്കൾ സാധാരണ ഉപയോഗിക്കുന്ന അക്കൗണ്ടിലായിരിക്കണമെന്നില്ല, മറിച്ച് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും പണം എത്തുക. കേന്ദ്ര വിഹിതം താൽക്കാലികമായിട്ട് മുടങ്ങുന്ന സാഹചര്യം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതിനാൽ തന്നെ സർക്കാർ ഇക്കാര്യം കേന്ദ്രത്തെ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയും വേഗത്തിലുള്ള പരിഹാരത്തിനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2-3 മാസമായിട്ട് തുക മുടങ്ങിയവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് കൃത്യമാണോ എന്ന് അടിയന്തരമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതാണ്. സ്മാർട്ട് ഫോൺ വഴി ഗുണഭോക്താക്കൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇത് പരിശോധിക്കാൻ സാധിക്കും. ഗൂഗിൾ ക്രോമിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്താൽ ലഭിക്കുന്ന ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ ആധാർ നമ്പറും OTP ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാറ്റസ് അറിയാൻ കഴിയുന്നതാണ്. വെബ്സൈറ്റിൽ അക്കൗണ്ട് വിവരങ്ങൾ കാണിക്കുന്നില്ലെങ്കിൽ കേന്ദ്ര വിഹിതം ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത്തരം സാഹചര്യത്തിൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആധാർ ലിങ്കിങ് നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഒരാഴ്ചയിലേറെയായിട്ട് തുടരുന്ന നാടകീയതയ്ക്ക് അറുതിയില്ല. തിങ്കളാഴ്ച ജനുവരി 26-ാം തീയതി വീണ്ടും കുതിച്ചുയർന്നു സ്വർണ്ണവില. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 375 രൂപ കൂടി 14,900. ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.